ലോകമെമ്പാടുമുള്ള ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധങ്ങളുടെ ഏറ്റവും ശക്തമായ രൂപമാണ് സുമുദ് ഫ്ലോട്ടില എന്ന ഗാസ ഐക്യദാർഢ്യ കപ്പൽ വ്യൂഹം. മരുന്നും ഭക്ഷ്യവസ്തുക്കളുമായി ഗാസയിലെ ജനങ്ങൾക്ക് നേരിട്ട് സഹായം എത്തിക്കുക എന്ന മാനുഷികമായ ദൗത്യമാണ് ഈ കപ്പൽ വ്യൂഹം ഏറ്റെടുത്തത്. 6 വൻകരകളിലെ 60 രാജ്യങ്ങളിൽ നിന്നായി 500ഓളം പേർ പങ്കെടുത്തു എന്നതിൽ നിന്നു തന്നെ ഈ മുന്നേറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാം. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബെർഗ്, നെൽസൺ മണ്ടേലയുടെ കൊച്ചുമകൻ മൗണ്ട്ല മണ്ടേല, ബാഴ്സലോണ മുൻ മേയർ അദാ കോലോ തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യം ഈ ദൗത്യത്തിന് നയതന്ത്രപരവും ധാർമ്മികവുമായ വലിയ പിന്തുണ നൽകി. ഇത് ലോക മനസാക്ഷിയുടെ മനുഷ്യത്വത്തിന്റെ പ്രതിഫലനമായിരുന്നു. എന്നാൽ സഹായം എത്തിക്കുന്ന ഈ സംഘത്തോട് ഇസ്രായേൽ സ്വീകരിച്ച നിലപാട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരസ്യമായ ലംഘനമാണ്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ വെച്ച് തന്നെ കപ്പലുകൾ തടയപ്പെട്ടു. അതിലുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവരെ നെഗേവ് മരുഭൂമിയിലെ കുപ്രസിദ്ധമായ കെറ്റ്സിയോട്ട് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ഗ്രെറ്റ തുൻബെർഗിനെ മുടിക്ക് പിടിച്ചു വലിച്ച് മർദ്ദിക്കുകയും ഇസ്രയേലി പതാക ചുംബിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്ന ഫ്ലോട്ടിലയുടെ ഭാഗമായ അഹ്മദ് എൻസി നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. മനുഷ്യത്വപരമായ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തതിന് ലോക പ്രശസ്തരായ വ്യക്തിത്വങ്ങളോട് പോലും ഇത്തരമൊരു ക്രൂരത കാണിക്കുന്നത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമമായി വേണം കാണാൻ. ഈ കടുത്ത ഉപരോധത്തിനിടയിലും മെക്കിനോ എന്ന ഒരു ചെറുബോട്ടിന് ഇസ്രയേലി സേനയുടെ കണ്ണുവെട്ടിച്ച് ഗാസ തീരമണയാൻ കഴിഞ്ഞു. ഈ ചെറുവിജയം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നു. UN പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക അൽബനീസിന്റെ ചോദ്യം പ്രസക്തമാണ്. ഒരു ചെറുബോട്ടിന് ഉപരോധം ലംഘിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ശക്തരായ രാഷ്ട്രങ്ങൾക്ക് അത് സാധിക്കുന്നില്ല? ഫ്ലോട്ടിലയിലെ പങ്കാളിത്തം അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിന്റെ കെട്ടുറപ്പിൽ പോലും വിള്ളലുകൾ വീഴ്ത്തി. ഇറ്റലി, സ്പെയിൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ അംഗങ്ങൾക്ക് സംരക്ഷണം നൽകാനായി അകമ്പടി കപ്പലുകളെ അയച്ചത് ഇതിന് തെളിവാണ്. അമേരിക്കൻ സഖ്യകക്ഷികളായ 24 രാജ്യങ്ങളിൽ നിന്നും 1 ഡസനോളം നാറ്റോ അംഗരാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ എത്തിയെന്ന വസ്തുത ഇസ്രയേലി നയങ്ങളോടുള്ള ആഗോള അസംതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. സുമുദ് ഫ്ലോട്ടില അറസ്റ്റിനെതിരെ ലോകമെങ്ങും പ്രതിഷേധമുയർന്നു. കൊളംബിയയിലെ ഇടതുപക്ഷ പ്രസിഡന്റ് ഗുസ്താവോ പെത്രോ ഇസ്രയേൽ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുകയും സ്വതന്ത്ര വ്യാപാര കരാർ റദ്ദാക്കുകയും ചെയ്തത് ഒരു ശക്തമായ നയതന്ത്ര നടപടിയാണ്. സ്പെയിനും ഇസ്രയേൽ പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ചുരുക്കത്തിൽ സുമുദ് ഫ്ലോട്ടില ഒരു സന്ദേശമാണ്. മനുഷ്യാവകാശങ്ങളുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനങ്ങളെ ലോകം കണ്ടില്ലെന്ന് നടിക്കില്ല എന്നതിന്റെ പ്രഖ്യാപനമാണത്. ഒരു ധാർമ്മിക ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. രാജ്യാന്തര നിയമങ്ങളെ പരസ്യമായി ലംഘിക്കുന്ന ഇസ്രയേലിന്റെ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ലോകരാജ്യങ്ങൾ ഇനി എത്ര കാലം കാത്തിരിക്കും?